അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എല്ലാ സംശയങ്ങളും മാറുന്ന രൂപത്തിൽ ലളിതമായി അവതരിപ്പിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് തൊട്ടാൽ ഉളൂ മുറിയുന്നവർ ആരൊക്കെ എന്നുള്ള വിഷയം. ഈ വിഷയത്തിൽ പല ആളുകൾക്കും പലപ്പോഴും സംശയം വരാറുണ്ട്. ഈ വീഡിയോ കേട്ടാൽ മുഴുവൻ സംശയങ്ങളും മാറിക്കിട്ടും. പ്രധാനമായും 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, തൊട്ടാൽ ഉളൂ മുറിയുന്നവർ ആരൊക്കെ. അപ്പോൾ ഈ പറയുന്ന വിഭാഗമല്ലാത്തവരെ തൊട്ടാൽ ഉളൂ മുറിയും. അപ്പോൾ ഉളൂ മുറിയാത്തവർ ആരൊക്കെ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരും. അല്ലാത്തവരെ തൊട്ടാൽ ഉളൂ മുറിയും. രണ്ടാമത്തത്, ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്ന മറ്റൊരു കാര്യമാണ് വിവാഹബന്ധം ഹറാമില്ലാത്തവർ ആരൊക്കെ എന്നുള്ളത്. അതായത് തൊട്ടാൽ ഉളൂ മുറിയുന്ന വിഭാഗത്തെ കല്യാണം കഴിക്കുക എന്നുള്ളത് ഹറാമില്ല. അപ്പോൾ തൊട്ടാൽ ഉളൂ മുറിയാത്തവരാണെങ്കിൽ അവരെ വിവാഹം കഴിക്കുക എന്നുള്ളത് ഹറാമാണ്. അപ്പോൾ വിവാഹബന്ധം ഹറാമില്ലാത്തവർ ആരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. തൊട്ടാൽ ഉളൂ മുറിയും. പല ആളുകളുടെയും പലപ്പോഴും വരുന്നൊരു ചോദ്യമാണ്, തൊട്ടാൽ ഉളൂ മുറിയും എന്നാൽ വിവാഹം കഴിക്കലും ഹറാമുമാണ്. അങ്ങനെയുള്ളൊരു വിഭാഗം അവർ ആരാണെന്നുള്ളത് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കൃത്യമായി വിഷയം ശ്രദ്ധിക്കുക. ഇനി ഈ വിഷയം സംസാരിക്കുമ്പോൾ ചില ചോദ്യങ്ങൾ ഞാൻ ആദ്യം തന്നെ ഇട്ടുതരാം. പല ആളുകളും വരുന്ന സംശയങ്ങളാണ്. അതായത് ഉപ്പയുടെ ഉമ്മ, അതായത് നമ്മൾ മാമ അല്ലെങ്കിൽ ഉമ്മുമ്മ എന്നൊക്കെ വിളിക്കും. ആ ഉമ്മുമ്മയുടെ സഹോദരി, അനുജത്തിയോ ജ്യേഷ്ഠത്തിയോ അവരെ തൊട്ടാൽ ഉളൂ മുറിയുമോ? അതായത് ഉപ്പയുടെ അളേമ അവരെ തൊട്ടാൽ ഉളൂ മുറിയുമോ? അല്ലെങ്കിൽ ഉപ്പയുടെ മൂത്താമ്മ അവരെ തൊട്ടാൽ ഉളൂ മുറിയുമോ? പല ആളുകൾക്ക് വരുന്ന സംശയമാണ്. അതേപോലെ തന്നെ ഉമ്മയുടെ ഉപ്പുപ്പ, ആ ഉപ്പുപ്പയുടെ സഹോദരിമാർ, അതായത് ഉമ്മയുടെ കുഞ്ഞിമ അല്ലെങ്കിൽ അമ്മായി എന്നൊക്കെ ചിലയിടങ്ങളിൽ വിളിക്കും, അവരെ തൊട്ടാൽ ഉളൂ മുറിയുമോ? ഇങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങൾ പല ആളുകൾക്കും വരുന്നുണ്ട്. അതൊക്കെ കൃത്യമായി ദൂരീകരിക്കുന്ന വിധം, എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാകുന്ന വിധം വളരെ ലളിതമായി ഞാൻ പറഞ്ഞു തരും. കാര്യങ്ങളൊക്കെ നന്നായി പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നല്ല ഒരുപാട് ഇൽമുകൾ പഠിക്കാനും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നാഫിയായ ഇൽമു പഠിച്ച് ദുനിയാവും ആഖിറും വിജയിക്കുന്ന രൂപത്തിലേക്ക് നല്ല ജീവിതം ചിട്ടപ്പെടുത്താൻ റബ്ബായ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യുകയാണ്. കൃത്യമായി ശ്രദ്ധിക്കുക. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് വെറും കാര്യങ്ങൾ അറിഞ്ഞു പോവുക എന്നുള്ളത് അർത്ഥത്തിൽ മാത്രമല്ല. ഇത് ഇസ്ലാമിൻ്റെ ദീനിൻ്റെ വിഷയമാണ്. ഇത്തരം വിഷയങ്ങൾ അറിയാനും പഠിക്കാനും നമ്മൾ കൂടുതൽ ആവേശം പ്രകടിപ്പിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ആവശ്യമായി വരികയും ചെയ്യും. ഈ ഇൽമിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന ഓരോ സമയങ്ങളും വലിയ പ്രാധാന്യമർഹിക്കുന്ന സമയങ്ങളാണ്. അതിനൊരുപാട് പുണ്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ ഒരിടത്ത് ഉളൂ ചെയ്ത് വന്നപ്പോൾ നമ്മുടെ കുടുംബ ബന്ധത്തിൽ വീട്ടിലൊക്കെ വിരുന്നുകാരൊക്കെ വന്നൊരു ദിവസം നമ്മൾ ഒരാളെ അറിയാതെ സ്പർശിച്ചു പോയി. അവർ തൊട്ടാൽ ഉളൂ മുറിയുന്നവരാണോ? ഉദാഹരണം, ഉപ്പയുടെ അളമയെ തൊട്ടുപോയി, എന്നാൽ നമ്മുടെ ഉളൂ മുറിയോ? ഒരു സംശയമാണ്. എന്നിട്ട് നമുക്കൊരു സംശയം, ഈ വിഷയം നമ്മൾ പഠിച്ചിട്ടില്ല, എന്നാൽ നമുക്ക് വീണ്ടും ഒരു സംശയം, എൻ്റെ ഉളൂ മുറിഞ്ഞോ, ഞാൻ വീണ്ടും പോയി ഉളൂ എടുക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ചിലപ്പോൾ ഉളൂ എടുക്കൽ ആവശ്യമില്ലാത്ത ഘട്ടങ്ങളിൽ പോയി നമ്മൾ ചിലപ്പോൾ ഉളൂ എടുത്ത് നിന്നൊക്കെ വരാം. ഇനി ഉളൂ എടുക്കൽ അനിവാര്യമായ ഘട്ടത്തിൽ ഉളൂ എടുക്കാതെ നിന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നന്നായി പഠിച്ച് ബാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക, ആദ്യം നമ്മൾ മനസ്സിലാക്കുക, പ്രധാനമായും 3 തരത്തിലാണ് മഹ്റം രൂപപ്പെടുക. ഒന്ന് വൈവാഹിക ബന്ധം കൊണ്ട്, മറ്റൊന്ന് കുടുംബ ബന്ധം കൊണ്ട്, മറ്റൊന്ന് മുലകുടി ബന്ധം കൊണ്ട്. ഇതിൽ പ്രധാനമായും പല ആളുകൾക്ക് വരുന്ന സംശയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് കുടുംബ ബന്ധമാണ്. ആ കുടുംബ ബന്ധത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ തുടങ്ങുന്നത്. കൃത്യമായി ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ആണിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടായിരിക്കും ഞാൻ സംസാരിക്കുക. നിങ്ങൾ കേൾക്കുന്നത് സ്ത്രീകളാണെങ്കിൽ നിങ്ങൾ നേരെ തിരിച്ച് മനസ്സിലാക്കിയാൽ മതി. അതായത് ഓപ്പോസിറ്റ് ജെൻഡറിലാണല്ലോ തൊട്ടാൽ ഉളൂ മുറിയ. അപ്പോൾ ഞാൻ ഉപ്പയുടെ സഹോദരി എന്ന് പറയുമ്പോൾ ഇത് സ്ത്രീകളാണെങ്കിൽ ഉപ്പയുടെ സഹോദരൻ എന്നർത്ഥത്തിൽ അതിനെ കണ്ടാൽ മതി. ആവശ്യം കൃത്യമായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഉളൂ മുറിയുന്നതുമായി ബന്ധപ്പെട്ട് 4ാമത്തെ കാര്യമാണ് വലിയവരും അന്യവരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലികൾ തമ്മിൽ ചേരുക എന്നുള്ളത്. വലിയവരും അന്യവരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലികൾ തമ്മിൽ ചേരുക എന്നുള്ളത്. അപ്പോൾ ചെറിയ കുട്ടി, അത് ഏത് കുട്ടിയാണെങ്കിലും ആരുടെ കുട്ടിയാണെങ്കിലും ചെറിയൊരു പെൺകുട്ടിയെ തൊട്ടു, അത് 2 വയസ്സ് 3 വയസ്സ് ആ രൂപത്തിൽ അങ്ങനെയുള്ള ചെറിയ പെൺകുട്ടികളെ തൊട്ടാലൊന്നും ഉളൂ മുറിയില്ല. ആവശ്യം പ്രത്യേകം മനസ്സിലാക്കാം. ഇനി തൊട്ടാൽ ഉളൂ മുറിയുന്നവർ ആരൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ
നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആരെയൊക്കെ തൊട്ടാൽ ഉളൂ മുറിയില്ല എന്നുള്ളതാണ്. അതായത് ആരാണ് മഹ്റം, ആരാണ് വിവാഹമെന്ന് ഹറാമായവർ, അവർ ആരാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാം ഇവർ അല്ലാത്തവരെ തൊട്ടാൽ ഉളൂ മുറിയും. ആവശ്യം നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു ആണിൻ്റെ സ്ഥാനത്തുകൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഒരു വ്യക്തി, ആ വ്യക്തിക്ക് സ്വന്തം ഉപ്പ, അതേപോലെ തന്നെ ഒരാണിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഒരു വ്യക്തി, ആ വ്യക്തിക്ക് സ്വന്തം ഉമ്മ, ഉമ്മയുടെ ഉമ്മ, അങ്ങനെ ഉമ്മാമാമാറായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു വിഭാഗം, അവരെ തൊട്ടാൽ ഉളൂ മുറിയില്ല. ആവശ്യം മനസ്സിലാക്കാം. ഇനി അതേപോലെ ഉപ്പയുടെ ഉമ്മമാരായിട്ട് ഉപ്പയുടെ ഉമ്മ, ഇനി ആ ഉമ്മയുടെ ഉമ്മ, അങ്ങനെ പോകുന്ന വിഭാഗം, അവരെ തൊട്ടാലും ഉളൂ മുറിയില്ല. ആവശ്യം മനസ്സിലാക്കാം. ഇനി സ്വന്തം സഹോദരിമാർ, അത് ഉപ്പയും ഉമ്മയൊത്ത സഹോദരി, അല്ലെങ്കിൽ ഉപ്പ മാത്രമൊത്ത സഹോദരി, അല്ലെങ്കിൽ ഉമ്മ മാത്രമൊത്ത സഹോദരി, എങ്ങനെയുള്ളവരെ തൊട്ടാലും ഉളൂ മുറിയില്ല. ആവശ്യം കൂടി മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ വിഷയം, ഇനി ഈ ഉപ്പയുടെ ജ്യേഷ്ഠന്മാര്, അനുജത്തിമാര്, കുഞ്ഞിമ അല്ലെങ്കിൽ നമ്മൾ അമ്മ എന്ന് വിളിക്കും, അവരെ തൊട്ടാലും ഉളൂ മുറിയില്ല. മനസ്സിലാക്കാം. അതേപോലെ അപ്പുറത്ത് ഉമ്മയുടെ ജ്യേഷ്ഠത്യോ അനുജത്യോ, ആളാമ അല്ലെങ്കിൽ മൂത്താമ്മ, അവരെ തൊട്ടാലും ഉളൂ മുറിയില്ല. ആവശ്യം കൂടി മനസ്സിലാക്കാം. ഇനി സ്വന്തം സഹോദരൻ്റെ, അതായത് എൻ്റെ പെങ്ങളുടെ മക്കൾ, അല്ലെങ്കിൽ സ്വന്തം സഹോദരിയുടെ മക്കൾ, സ്വന്തം ജ്യേഷ്ഠത്തിയുടെ അല്ലെങ്കിൽ അനുജത്തിയുടെ മക്കൾ, അവരുടെ മക്കൾ അങ്ങനെ പോകുന്ന വിഭാഗമാണെങ്കിലും അവരാരെയും തൊട്ടാൽ ഉളൂ മുറിയില്ല. ആവശ്യം മനസ്സിലാക്കാം. ഇനി ഉപ്പ, ആ ഉപ്പയുടെ ഉമ്മ, ആ ഉമ്മയുടെ ജ്യേഷ്ഠത്തി അനുജത്തിമാർ, അതായത് ഉപ്പയുടെ അളാമമാർ, ഉപ്പയുടെ ഉമ്മയുടെ അനുജത്തി അല്ലെങ്കിൽ ഉപ്പയുടെ ഉമ്മയുടെ ജ്യേഷ്ഠത്തി, അങ്ങനെ വരുന്ന വിഭാഗത്തെ തൊട്ടാലും ഉളൂ മുറിയില്ല. മനസ്സിലാക്കാം. ഇപ്പുറത്ത് അതേപോലെ തന്നെ ഉമ്മയുടെ ഉമ്മ, അവരെ ജ്യേഷ്ഠത്തി അനുജത്തി, അല്ലെങ്കിൽ ഉമ്മയുടെ ഉപ്പ, അവരുടെ ജ്യേഷ്ഠത്തി അല്ലെങ്കിൽ അനുജത്തി, ഉപ്പാപ്പാന്റെ അല്ലെങ്കിൽ ഉമ്മാമാന്റെ ജ്യേഷ്ഠത്തി അനുജത്തിമാർ, അവരെ തൊട്ടാലും ഉളൂ മുറിയില്ല. ആവശ്യം കൂടി മനസ്സിലാക്കാം. ആ ഉപ്പയുടെ ഉപ്പ, അതായത് ഉപ്പയുടെ ഉപ്പാപ്പ, അവരെ ജ്യേഷ്ഠത്തി അനുജത്തിമാർ, അങ്ങനെ വരുന്ന വിഭാഗം, അവരെ തൊട്ടാലൊന്നും ഉളൂ മുറിയില്ല. ആവശ്യം മനസ്സിലാക്കുക. അവർക്ക് മഹ്റമാണ്. ഇനി മഹ്റമല്ലാതെ വരിക, പല ആളുകളുടെയും സംശയം, ഈ ഉപ്പയുടെ ജ്യേഷ്ഠൻ്റെയോ അനുജൻ്റെയോ ഭാര്യമാർ അല്ലെങ്കിൽ അവരുടെ പെൺമക്കൾ, അവരെ തൊട്ടാൽ ഉളൂ മുറിയും. അവർ മഹ്റമല്ലാത്ത വിഭാഗമാണ്. മനസ്സിലാക്കാം. അതായത് ഉപ്പയുടെ അനുജന്റെ ഭാര്യ, അളേപ്പയുടെ ഭാര്യ, അളേപ്പയുടെ ഭാര്യ എന്ന അർത്ഥത്തിലുള്ള ആളേമയെ തൊട്ടാൽ ഉളൂ മുറിയും. അല്ലെങ്കിൽ ഉപ്പയുടെ ജ്യേഷ്ഠന്റെ ഭാര്യ, മൂത്താപ്പയുടെ ഭാര്യ, മൂത്തമ്മ, ആ മൂത്തമ്മയെ തൊട്ടാൽ ഉളൂ മുറിയും. അവരുടെ പെൺമക്കൾ, അവരെ തൊട്ടാലും ഉളൂ മുറിയും. അപ്പൊ സ്വന്തം അളേപ്പാന്റെ മകള് വലിയ പെൺകുട്ടിയാണെങ്കിൽ അവളെ കല്യാണം കഴിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. അവളെ തൊട്ടാൽ ഉളൂ മുറിയുകയും ചെയ്യും. ആവശ്യം കൂടി പ്രത്യേകം മനസ്സിലാക്കാം. ഇനി അതേപോലെ തന്നെ ഇനി അത് അങ്ങോട്ട് പോയാൽ എവിടെയും ഇനി ഉപ്പയുടെ അളാമ, അവരുടെ മക്കൾ, അതൊക്കെ ഇതേപോലെ തന്നെയാണ്. തൊട്ടാൽ ഉളൂ മുറിയുന്നവരാണ്. ആവശ്യം മനസ്സിലാക്കാം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇനി ഒരു പെണ്ണിൻ്റെ ഭാഗത്തു നിന്നും ഇതേപോലെ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഭാര്യ ഭർത്താവിനെ തൊട്ടാൽ ഉളൂ മുറിയും. രണ്ടാളുടെ ഉളൂ മുറിയും. അതേപോലെ തന്നെ ഭർത്താവ് ഭാര്യ തൊട്ടാൽ അതേപോലെ തന്നെ ഈ ഉളൂ മുറിയുന്നിടത്ത് രണ്ടാളുടെ ഉളൂ മുറിയും. ഇപ്പോൾ ഒരു ഭാര്യ ഭർത്താവിനെ തൊട്ടാൽ ഭർത്താവിനെ മാത്രം ഉളൂ മുറിയും, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ തൊട്ടാൽ ഭാര്യയുടെ മാത്രം ഉളൂ മുറിയും. അങ്ങനെയല്ല, മുറിയുന്നിടത്ത് രണ്ടുപേരുടെയും ഉളൂ മുറിയും. ആവശ്യം മനസ്സിലാക്കാം. ഇനി മറ്റൊന്ന്, തൊലികൾ തമ്മിൽ ചേർന്നാലാണ് ഉളൂ മുറിയ. ഇനി മുടിയിലേക്ക് സ്പർശിച്ചാലോ വസ്ത്രത്തിലേക്ക് സ്പർശിച്ചാലോ ഒന്നും ഉളൂ മുറിയില്ല. ആവശ്യം കൂടി മനസ്സിലാക്കാം. ഇനി മറ്റൊന്ന്, ഈ ഭർത്താവിനെ തൊട്ടാൽ ഉളൂ മുറിയെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഭാര്യയെ തൊട്ടാലും ഉളൂ മുറിയെന്ന് പറഞ്ഞു. ഇനി ഈ ഭാര്യയുടെ ഉമ്മ അവരെ തൊട്ടാൽ ഉളൂ മുറിയില്ല. നേരെ തിരിച്ചും അങ്ങനെ തന്നെ, ഭാര്യയുടെ ഉമ്മ അവരെ തൊട്ടാൽ ഉളൂ മുറിയില്ല. ആവശ്യം കൂടി മനസ്സിലാക്കാം. അപ്പോൾ തൊട്ടാൽ ഉളൂ മുറിയുന്നതുമായി ബന്ധപ്പെട്ട് റിലേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങളൊക്കെ നന്നായി പറയാനും കേൾക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.